നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുനഃക്രമീകരിച്ച SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിച്ചു. ഏപ്രിൽ 6 മുതൽ 25 വരെ നടത്താനായിരുന്നു നേരത്തെ തീരുമാനം. സംസ്ഥാനത്തെ 89 ക്യാമ്പുകളിലായി 24,000-ഓളം അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത്. പുതുക്കിയ കലണ്ടർ പ്രകാരം 3 ഘട്ടമായാണ് മൂല്യനിർണ്ണയം. ആദ്യഘട്ടം ഏപ്രിൽ 16 മുതൽ 18 വരെയും, രണ്ടാം ഘട്ടം ഏപ്രിൽ 20 മുതൽ 25 വരെയും, മൂന്നാം ഘട്ടം ഏപ്രിൽ 27 മുതൽ മെയ് 2 വരെയുമാണ്. മെയ് 2 വാരത്തോടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം. 4.14 ലക്ഷം വിദ്യാർത്ഥികളുടെ 36 ലക്ഷത്തോളം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയം ചെയ്യുക. ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ 70 കേന്ദ്രങ്ങളിൽ 10,500 അധ്യാപകർ ഭാഗഭാക്കാകും. ഈ വർഷത്തെ SSLC മൂല്യനിർണ്ണയ ക്യാമ്പ് ഏപ്രിൽ 16 തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ആകെ 5 ക്യാമ്പുകളാണ് ഉള്ളത്. നമ്മുടെ ക്യാമ്പ് നമ്പർ 23. ഇവിടെ 5 റൂമുകളിലായിട്ടാണ് പേപ്പർ വാല്യുവേഷൻ നടക്കുന്നത്. 5 ചീഫ് എക്സാമിനർമാരും അതുപോലെ തന്നെ 57 അസിസ്റ്റൻ്റ് എക്സാമിനർമാരും ഉണ്ട്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാരായിട്ട് 4 പേരും IT മാനേജറായിട്ട് ഒരാളും. അങ്ങനെ മെയ് 2 തീയതി വരെ ഈ ക്യാമ്പ് തുടർന്ന് കാണും. കോട്ടയം ജില്ലയിൽ 5 SSLC മൂല്യനിർണ്ണയ ക്യാമ്പുകളാണ് ഉള്ളത്. പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളുടെ മൂല്യനിർണ്ണയമാണ് നടക്കുന്നത്. 5 ചീഫ് എക്സാമിനർമാരുടെ നേതൃത്വത്തിൽ 57 അസിസ്റ്റന്റ് എക്സാമിനർമാർ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. IT മാനേജറുടെ നേതൃത്വത്തിൽ 4 ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് ടാബുലേഷൻ പ്രവർത്തനങ്ങൾ നടത്തും. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീകല P ക്യാമ്പ് ഓഫീസറായും സീനിയർ അസിസ്റ്റന്റ് സുനിൽ KT ഡെപ്യൂട്ടി ക്യാമ്പ് ഓഫീസറായും മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു. മെയ് 2 ക്യാമ്പ് അവസാനിക്കും.